നമസ്കാരം. ഇന്ന് ഗോൾഡ് 101.3 FM സംബന്ധിച്ച് ഒരു സ്പെഷ്യൽ ഡേ ആണ്. നമ്മൾ താമസിക്കുന്ന ഈ ഒരു നഗരം എത്ര വലിയൊരു നഗരമാണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. നമുക്ക് എല്ലാവർക്കും ഒരുപാട് ആഗ്രഹമുണ്ട് ഈ ഒരു നാട്ടിലൂടെ എല്ലാം കണ്ട് ആസ്വദിച്ച് ജീവിക്കണം എന്നുള്ള കാര്യം. പക്ഷേ നമുക്കറിയാം, എല്ലാ ആൾക്കാർക്കും പടച്ചോൻ ആ ഒരു ഭാഗ്യം കൊടുത്തു എന്ന് വരില്ല. എല്ലാ ആൾക്കാർക്കും ഈ ഒരു നഗരം ആസ്വദിക്കാൻ പറ്റിയെന്ന് വരില്ല. ഇന്ന് ഞങ്ങൾക്കൊരാളെ പരിചയപ്പെടുത്താനുണ്ട്. ഈ ഒരു നഗരം കാണണം, ഈ ഒരു നഗരം എന്താണെന്ന് അറിയണം എന്ന് മനസ്സിലാക്കാൻ വേണ്ടി UAE-ലെത്തിയ മായ എന്നൊരു ടീച്ചറിനെ. കുമളിയിലുള്ള ഒരു സ്കൂളിലെ അധ്യാപികയാണ് മായ. നമസ്കാരം മായ ടീച്ചർ. നമസ്കാരം. ടീച്ചർക്ക് കാഴ്ചശക്തിയില്ല, എന്നിട്ടും ഉള്ളിന്റെ ഉള്ളിലുണ്ടായിരുന്ന ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ദുബായ് നഗരം ഒന്ന് കാണുക എന്നുള്ളത്. ഈ ഒരു ആഗ്രഹം എന്ന് തൊട്ടാ വന്ന ശരിക്കും ദുബായ് കാണണം എന്നുള്ളത്? ഇത് എന്റെ ഫ്രണ്ട് അബുദാബിയിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോ അവള് നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വെക്കേഷന് വരുന്ന കാര്യം പറയും. അങ്ങനെ വരുന്നത് കാണുമ്പോൾ മുതൽ എനിക്ക് തോന്നിയ ആഗ്രഹമാണ്. ഇവിടെ വന്നിട്ട് എന്തൊക്കെ കണ്ടു? ദുബായ് നഗരം കുറെയൊക്കെ കണ്ടു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. എന്തൊക്കെ മനസ്സിലാക്കാൻ പറ്റി ഈ ഒരു നാടിനെ കുറിച്ച്? ദുബായിലേക്ക് വന്നത് തന്നെ മെട്രോയിൽ അവിടെ അബുദാബിയിൽ നിന്ന് കാറിന് വന്നു. അതിനുശേഷം അവിടുത്തെ മെട്രോയിൽ യാത്ര ചെയ്യുകയാണ് ചെയ്തത് അധികവും. പിന്നെ ഞാൻ അബ്രയിൽ കയറി. പിന്നെ ഇവിടെ ദുബായില് ഏറ്റവും വലിയ മാൾ, ദുബായ് മാൾ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ മാളാണെന്നാണ് എനിക്ക് അവർ പറഞ്ഞു തന്നത്. ഞാൻ കേട്ടിട്ടുണ്ട് ഇതിനു മുമ്പ്. അവിടെ വന്നു. പിന്നെ ഇതുപോലെ കുറച്ച് സ്ഥലങ്ങൾ ഇപ്പൊ കണ്ടിട്ടുണ്ട്. ശരി, നമ്മളിപ്പോ നിൽക്കുന്നത് ദുബായ് മോളിന്റെ തൊട്ടടുത്താണ്. ഇവിടുന്ന് അങ്ങോട്ട് നോക്കിയാൽ ബുർജ് ഖലീഫ കാണാൻ പറ്റുന്നുണ്ട്. ഈ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമാണ് ബുർജ് ഖലീഫ. ഈ ഒരു ബുർജ് ഖലീഫ കാണണം എന്നുള്ളത് ഒരു സ്വപ്നമാണോ മായിക്ക്? അതെ അതെ. അതെ അല്ലേ? ആരാ പറഞ്ഞു? ഇപ്പൊ കൂട്ടുകാരിയാണോ പറഞ്ഞു തന്നത് ബുർജ് ഖലീഫ ഒരു വലിയ സംഭവമാണെന്നുള്ള കാര്യം? കൂട്ടുകാരിയാണ് പറഞ്ഞത്. ദുബായിൽ വന്നു കഴിഞ്ഞാൽ തന്നെ ഇവിടെ കാണാനുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ബുർജ് ഖലീഫ. അതിന്റെ ടോപ്പിൽ കയറുക എന്നുള്ളത് എല്ലാവരുടെയും സ്വപ്നമാണ്. പക്ഷെ എല്ലാവർക്കും ഒന്നും അതിനുള്ള ഭാഗ്യം ലഭിക്കാറില്ല എന്നൊക്കെ അവൾ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ശരി, അപ്പോ മായക്കുള്ള ഏറ്റവും വലിയൊരു ആഗ്രഹം എന്താന്ന് വെച്ചാൽ ബുർജ് ഖലീഫയുടെ ടോപ്പിലൊന്ന് പോകണം, അവിടെ നിന്ന് ഈ ഒരു ജീവിതം കുറച്ചു നേരമെങ്കിലും ഒന്ന് ആസ്വദിക്കണം. അതല്ലേ ഏറ്റവും വലിയ ആഗ്രഹം? അതെ അതെ അതെ. ഞങ്ങൾക്ക് ഇന്ന് മായയ്ക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു സർപ്രൈസ് കൊടുക്കാനുണ്ട്. നമുക്ക് ആ ഒരു സർപ്രൈസ് ഒന്ന് ആസ്വദിക്കാൻ പോയാലോ? ശരി, വാ. മായയെ കാണാൻ വേണ്ടിയിട്ട് ഒരാൾ അവിടെ ഉണ്ട്. നമുക്ക് പോവാം. കൈ തന്നോ, വാ. അപ്പോ ആ ഒരു സർപ്രൈസിന്റെ ആൾക്കാര് ഇതാ വരുന്നുണ്ട്. മായയുടെ കൂട്ടുകാരി ഷൈമ ഉണ്ട്, കൂടെ ഗോൾഡ് FM-ന്റെ RJ സമീറ ഉണ്ട്. ഹലോ മായ. അങ്ങനെ ദുബായിയെ തൊട്ടറിഞ്ഞ് മനസ്സിൽ കൊണ്ടുപോകാനായിട്ട് വന്നിരിക്കുകയാണ് അല്ലേ? മായക്ക് കൊടുക്കാനായിട്ട് എന്റെ കയ്യിലൊരു സാധനമുണ്ട്. അപ്പൊ ഞാൻ മായയുടെ കയ്യിലേക്ക് ഇത് കൊടുക്കാണ്. അതെ, ഈ ലോകത്തിന്റെ ഏറ്റവും മുകളിലേക്ക് എത്താനുള്ള ഒരു ടിക്കറ്റാണ്. ദുബായ് ഇനി ഇതിലും നന്നായിട്ട് അറിയാൻ വേറൊരു സ്ഥലമില്ല. ഓക്കെ, അറ്റ് ദ ടോപ്പിൽ പോകാനുള്ള ടിക്കറ്റ്സ് ആണ് കയ്യിലിരിക്കുന്നത്. അപ്പൊ നമുക്ക് കേറാം, നമുക്ക് അധികം ടൈം കളയണ്ട. അപ്പൊ ഹാപ്പി ആയോ? ഹാപ്പി ആയി. അതെ. 2010 ജനുവരി 4-ലാണ് ബുർജ് ഖലീഫ ഓപ്പൺ ചെയ്തത്. സോ ഫൈനലി മായയുടെ ആ ഒരു ഡ്രീം ഫുൾഫിൽ ആവാൻ പോവാണ്. നമ്മൾ അറ്റ് ദ ടോപ്പിലേക്ക് പോവാണ് ബുർജ് ഖലീഫയില്. മായ, നമ്മളങ്ങനെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ബിൽഡിങ്ങിന്റെ മുകളിലെത്തി. ഇവിടെ ഒരു കണ്ണാടി ചില്ലാണ്. അവിടെ തൊട്ട് നോക്കുമ്പോഴത്തേക്ക് കാണാൻ പറ്റും ദുബായ് നഗരം കംപ്ലീറ്റ് കാണാം. അവിടെ ദൂരെ എമിറേറ്റ്സ് ടവേഴ്സ് എന്നുള്ളൊരു ബിൽഡിംഗ് കാണാൻ പറ്റും. അതൊരു ഷെയ്ഖ് സായിദ് റോഡ് എന്നുള്ള ദുബായിയുടെ ഏറ്റവും പ്രമുഖമായ റോഡാണ് ആ ഒരു സൈഡിലുള്ളത്. എനിക്ക് എന്താ പറയേണ്ടത് അറിഞ്ഞൂടാ, അത്രയധികം സന്തോഷമുണ്ട് എന്റെ മനസ്സിൽ. ആണല്ലേ? സ്വപ്നം കണ്ടപ്പോൾ മനസ്സുകൊണ്ട് എങ്ങനെയാണ് ദുബായിയെ ഒന്ന് ചിത്രീകരിച്ചിട്ടുള്ളത്? എന്താണ് ദുബായ് എന്ന് പറയുമ്പോഴത്തേക്ക് മനസ്സിൽ തോന്നിയിട്ടുള്ളൊരു കാര്യം? ഷൈമ പറഞ്ഞിട്ടുള്ള ഒരു അറിവാണ്. ഗൾഫ് എന്ന് പറഞ്ഞാൽ നിറയെ ബിൽഡിങ്സ് ആണ്, നമ്മുടെ പോലെയുള്ള ഒരു അവസ്ഥയല്ല. അപ്പോൾ നിറയെ നമ്മളുടെ എന്താ പറയാ, നിറയെ വാഹനങ്ങൾ പോകുന്ന വീതിയുള്ള റോഡും വൻ കെട്ടിടങ്ങളും ഇതൊക്കെ ഒരു ഐഡിയ ഷൈമ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങോട്ട്
ഇങ്ങനെ ആയിരിക്കാം എന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെ അവളെനിക്ക് വളരെ വ്യക്തമായ ചിത്രം തന്നിട്ടുണ്ട്. അങ്ങനെ 125ാമത്തെ നിലയിലേക്ക് എത്തി. ഇതാണ് 125ാമത്തെ നിലയിൽ എത്തുമ്പോൾ ഇവിടുത്തെ ഒരു വായു അന്തരീക്ഷമൊക്കെ ഇതാണ്. ചൂട്. മായ ഇപ്പോ ശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ശ്വാസം ഒരു പക്ഷേ ഈ ലോകത്തില് ഓൾമോസ്റ്റ് ഏറ്റവും ഉയരത്തിലെ ഒരു ഓക്സിജൻ ആണ് ശ്വസിക്കുന്നതെന്ന് പറയാം. ഓക്സിജൻ. ഇവിടുന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ കുറച്ചും കൂടി നില ബാക്കിയുണ്ട്. ആ നിലകളെ കൂടി കാണാൻ പറ്റുന്നുണ്ട്. മായ, നമ്മൾ ബുർജ് ഖലീഫയുടെ അകത്താണ്. പുറത്ത് എങ്ങനെയാണെന്ന് മായക്ക് കാണാൻ പറ്റിയിട്ടില്ല. പക്ഷെ അതൊന്ന് തൊട്ട് നോക്കി എക്സ്പീരിയൻസ് ചെയ്യാൻ ഒരു സംഭവമുണ്ട്. ബുർജ് ഖലീഫയുടെ മിനിയേച്ചർ വേർഷൻ ആണ്. തൊട്ട് നോക്കുമ്പോൾ ഏറ്റവും മുകളിൽ ഒരു പോൾ പോലൊരു സംഭവമുണ്ട്. അത് കഴിഞ്ഞ് ഓരോരോ നിലകൾ ഷേപ്പുകളൊക്കെ അറിയാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അല്ലേ? മനസ്സിലാവുന്നുണ്ട്. നമ്മൾ ഏതാണ്ട് ഇവിടെ ഉണ്ടാവുമല്ലേ? ഈ ഒരു നിലയിലായിട്ട് അവിടെ ആയിരിക്കും നമ്മൾ അത്രയും ഉണ്ട്. ഇതാണ് ഇതിന്റെ ഏറ്റവും ടോപ്പ്. പക്ഷെ ഇവിടെ ഇത്രയും പോർഷനുകൾ നമുക്ക് ആൾക്കാർക്കൊന്നും കയറാൻ പറ്റില്ല. ഇവിടെ വരെ ആൾക്കാർക്ക് ഇവിടെ വരെ കുറച്ച് മുകളിലുണ്ട്. ഇവിടെ വരെ കയറാം. നമ്മളിപ്പോ നിലവിൽ ഇവിടെയാണോ? ഇവിടെ വരെ അങ്ങനെ മായയുടെ ഏറ്റവും വലിയൊരു സ്വപ്നം ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ബുർജ് ഖലീഫയുടെ ടോപ്പിൽ പോവുക, അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. അത് ഗോൾഡ് 101.3 FM ഫുൾഫിൽ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. മായ ശരിക്കും ഒരു മായ ലോകത്താണോ? അവിടെ ഇറങ്ങിയോ താഴേക്ക്? ശരിക്കും ഞാൻ വന്നോന്ന് എനിക്ക് സംശയമുണ്ട്. ശരിക്കും ഇപ്പോ എന്താ തോന്നുന്നത്? നമ്മളുടെ ഫേസ്ബുക്കിലൂടെ ഒക്കെ കാണുന്ന ഒരുപാട് പേരുണ്ട്. അവരുടെ അടുത്ത് എന്താ പറയുന്നത്? കാരണം ദുബായ് എന്നുള്ള നഗരത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാവരും ഇരുകൈ നീട്ടി സ്വീകരിക്കുന്ന ഭരണാധികാരികളുള്ള ഒരു സിസ്റ്റം ഉള്ളൊരു നാടാണ്. സോ ആർക്കും ഒരു കുറവും വരരുത്. ഇവിടെ വന്നപ്പോഴത്തേക്ക് എന്താ മായക്ക് ഫീൽ ചെയ്തത്? അകക്കണ്ണിൽ നിന്ന് എന്ത് കാഴ്ചയാ കാണുന്നത്? ഇപ്പൊ എന്താ ഞങ്ങളോട് പറയാനുള്ളത്? ഇവിടെ വന്നിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ അതിന്റെ മുകളിൽ കയറിയെന്ന് എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവിടെ ഞാൻ താഴെ ഇറങ്ങിയതും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്താ പറയാ, അത്രയധികം സന്തോഷമുണ്ട് എനിക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടിയതിലും. ഇതിന് ഞാൻ എല്ലാവരോടും നന്ദി പറയുകയാണ്. ഒരുപാട് സന്തോഷമുണ്ട് മായ. അത് മാത്രമല്ല, എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. ഞാൻ സമരടുത്ത് പറഞ്ഞില്ല, ഞാൻ വന്ന സമയത്ത് മായ ഇങ്ങനെ കൂട്ടുകാരുടെ അടുത്ത് പറയും എന്റെ പേരുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വൈശാഖ്. എന്റെ അടുത്ത് ചോദിച്ചു കൊച്ചിയിൽ ഉണ്ടായിരുന്നു. അപ്പൊ പറഞ്ഞു ആ ഉണ്ടായിരുന്നു. പണ്ട് UC കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എന്റെ ശബ്ദം അവിടെ വെച്ച് കേട്ടിട്ടുണ്ട് റേഡിയോയില്. അതിന്റെ ഒരു സന്തോഷമുണ്ട്. അപ്പൊ ഒത്തിരി നന്ദി മായ, കാണാൻ പറ്റിയതിലും. ഇങ്ങനെ ഒരാളെ കൊണ്ട് ഞങ്ങൾക്ക് ദുബായിലെ ഏറ്റവും ഉയരം കൂടിയ അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ബുർജ് ഖലീഫ കാണിക്കാൻ പറ്റിയതിൽ ഞങ്ങൾ ഒരുപാട് അഭിമാനിക്കുകയാണ്. ഇരട്ടി സന്തോഷമുണ്ട് എനിക്ക്. കാരണം ഇവിടെ ദുബായിൽ എത്തിയിട്ട് 5 വർഷമായെങ്കിലും ആദ്യമായിട്ടാണ് ഞാനും അറ്റ് ദ ടോപ്പ് പോകുന്നത്. അപ്പം മായയുടെ കൂടെയാണ് ഞാനും ഈ ഒരു എക്സ്പീരിയൻസ് അറിഞ്ഞിരിക്കുന്നത്. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് മായ. അതോടൊപ്പം തന്നെ ഞാൻ എന്റെ ഫ്രണ്ടായ ഷൈമയോടും അബിക്കാക്കനോടും അതിലപ്പുറം എല്ലാവരോടും ഞാൻ എന്റെ നന്ദി അറിയിക്കുകയാണ്. എനിക്ക് തീർത്താൽ തീരാത്തത്ര, എനിക്ക് പറഞ്ഞാൽ മതിയാവാത്തത്ര സന്തോഷവും അത്രയധികം സ്നേഹവും എന്റെ മനസ്സിലുണ്ട്. എല്ലാവരും അറിയിക്കുകയാണ്. ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, ഈ ദുബായ് എല്ലാവരെയും കൊതിപ്പിക്കുന്ന ഒരു സ്ഥലമാണ്. അതെ. തിരിച്ചു വരാൻ മനസ്സ് പറയുന്നുണ്ടോ? തീർച്ചയായും എനിക്ക് വീണ്ടും ദുബായിൽ വരണമെന്നും ഇനിയും അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കണമെന്നും എക്സ്പീരിയൻസ് ചെയ്യണമെന്നും ഒക്കെ തന്നെയാണ് എന്റെ ആഗ്രഹം. അപ്പൊ ഇൻഷാ അല്ലാഹ് അത് നടക്കട്ടെ. അപ്പൊ ഇതാണ് ഞങ്ങൾ പരിചയപ്പെടുത്തിയ മായ.